റിസൾട്ട് ഇപ്പൊ നാളല്ലേ, നമുക്ക് നാളെ അറിയാലോ ശരിക്കുള്ള വിവരങ്ങൾ. ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതില്ല. ഒരു ദിവസം കാത്തിരിക്കും. ഞാൻ പോവാണ്. ഞാനിപ്പോ കുളത്തിലേ ഇന്നലെ മഴ നട്ടാൻ വെള്ളം പറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് മുങ്ങിക്കുടിക്കട്ടെ പോവാ. എന്നായിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പോയാലോ. അല്ലേ ഇന്ന് കേൾക്ക് എന്നോട് കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് കുറെ പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ. എടാ ഈ പരിസ്ഥിതി പറഞ്ഞാൽ എൻ്റെ പേരക്കുട്ടികൾക്ക് ഒരു സൂര്യം തരുന്നില്ല. ഈ പരിസ്ഥിതി പറഞ്ഞാലേ അതൊരു അവസ്ഥയാണ്. അതിനൊക്കെ ഒരു ദിവസം ഉണ്ടോ? അതൊക്കെ എത്ര ചോദിക്കേണ്ട പണിയൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയാണ്. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നിക്കാണെങ്കിൽ നാളെ ഇങ്ങൊക്കെ അറിയാം. ഇതൊക്കെ എവിടുത്തെ പഠിപ്പേറ്റിയാളോ? എന്തെങ്കിലും അങ്ങനെ പറയുന്നത് വേണ്ട, ഞാനോട് ചോദ്യമില്ല ഉത്തരവില്ല. ഞാനേ എന്നെക്കാളും വിവരമുള്ള ആരെയും കൊണ്ട് നോക്കട്ടെ. ഇങ്ങനെ നിൽക്കും പണിയൊക്കെ. വേണ്ട വേണ്ട പോടുന്നു, ഞാനോട് ഒന്നുമില്ല. ചേമ്പോ നമ്മക്ക് കൊടുക്കാം, കൂട്ടാൻ വെക്കാലോ. മാക്കുണ്യ മനുഷ്യനെ പേടിപ്പിക്കാന് ഇതെന്ത് ജന്തുവാണോ വിചാരിച്ചാല്? എന്താ പറഞ്ഞ പരിപാടി? എന്താ പുതിയൊരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. എത്ര കുട്ടികളുണ്ടോ? കുട്ടികളെ പഠിപ്പിക്കുന്ന നഴ്സറി ഒന്നും അല്ല മണാക്കാ, ചെടികളൊക്കെ കൊച്ചാടം ചെയ്യൂലേ അത്. അതിനിപ്പോ എങ്ങോട്ടെ പറ്റി ഇങ്ങനെ കൊണ്ടുപോകണം വിൽക്കാൻ? ഇതൊരു മണ്ണുള്ള പ്ലാസ്റ്റിക് കവറിലൊക്കെ അല്ലേ വരിക? അതൊക്കെ അച്ഛൻ്റെ ഒരു ബിസിനസ് ട്രിക്കാണ്. അത് ഞാൻ ആരോട് പറയില്ല. എന്നോട് പറയടോ. നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആരോട് പറയാൻ പോവാ? ജൂൺ 5 എന്റെ അച്ഛനെ ഒരു 10,000 തൈന്റെ ഓർഡർ ഇട്ടിട്ടുണ്ട്. അതിൽ 1,500 തൈയുള്ളൂ നഴ്സറിയിലുള്ളത്. ബാക്കിയുള്ളത് ഞാനേ ഇവിടെ നിന്നൊക്കെ പറിച്ചിട്ടേ കൊടുക്കും. അച്ഛനും അവിടെ പറിക്കുന്നുണ്ട്. ജൂൺ 5 എന്തിനാണ് എത്ര തോന്നുന്നത് തയ്യൊക്കെ? എന്താ അതിന്റെ പ്രത്യേകത? ജൂൺ 5 പരിസ്ഥിതിനാണ്. നിങ്ങളോട്ടില്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ ചെടി കൊണ്ടുവരുന്നത്? അല്ല ഇപ്പൊ എന്തോന്ന് പറഞ്ഞിട്ട് എന്ത് ദിനാന്ന് പറഞ്ഞ? പരിസ്ഥിതി ദിനം. എടാ എന്റെ പേരക്കുട്ടികളെ കുറെ ചോദിക്കണേ. പിന്നെ നമ്മളെ ബാബു ഉണ്ടല്ലോ, ഓ വലിയ പഠിപ്പേർത്തിയാണല്ലോ. വിചാരിച്ച ചോദിച്ചു നോക്കുമ്പോ ഓരോ ചുക്കും അറിയില്ല. ഓ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ഓനം പോയി ഒരു ജാതി ചങ്ങായി. എന്താ അങ്ങനെ പറഞ്ഞത്? ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഭൂമിയാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഒരു പരിപാടിയാണ് പരിസ്ഥിതി ദിനം. എന്റെ അച്ഛനെ അതും പറ്റിയിട്ട് കുറെ കായ് ഉണ്ടാക്കുന്നുണ്ട്. അത്രമാത്രം നിക്കറിയുള്ളൂ. ഈ മണ്ണും ചാണകമില്ല തന്നോട് വെച്ചപ്പോഴേക്കും ഇത്രയും കിട്ടിയത്. ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച പൈസ ഇത് അച്ഛനോട്ട് കൊടുത്ത് അച്ഛൻ സന്തോഷവും അതങ്ങനെ കിട്ടണല്ലോ. ഈ ചെക്കപ്പത് എവിടെ പോയി? ഒരു കഷ്ടാണ്. ഫോൺ എടുക്കണ്ടല്ലോ, അച്ഛനാണല്ലോ. ഹലോ ഡാ, ഇത് എവിടെ പോയി കിടക്ക? എത്ര നേരമായി പോയിട്ട്? അച്ഛനാകെ 3000 തയ്യല്ലേ പറിച്ചിട്ടുള്ളൂ. നഴ്സറിയിലൊക്കെ 500 തയ്യുള്ളൂ. ഇനി 6500 തയ്യ് വേണ്ടേ? വെറുതെ നല്ലോ, ഒരു തയ്യന് 20 പൈസയാണ് തരുന്നുണ്ട്. 1300 റുപ്യ എൻ്റെ കയ്യിൽ വരാൻ പോണത്. അത് മനസ്സിലായിക്കോ. ഏറെക്കുറെ തയ്യൊക്കെ ആയിരുന്നു. ഞാനേ ആ പഞ്ചായത്ത് കിണറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു 10-200 തയ്യുമ്പാടെ വേണം. ആ എടുത്തിട്ട് വരാൻ. എന്നാ ശരി, ഞാനേ ആ പോളിത്തീൻ കവറൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരാം. അപ്പോഴേക്കും എത്തിക്കിട്ടതൊക്കെ. തക്കാളി, കയപ്പയ്ക്ക, പയറൊക്കെ എന്താ വില? എന്താ ചെയ്യാ അത് കൊടുന്നേക്കാനായിട്ട്? എന്താ മനോഹര അങ്ങനെ പെറുപിറുക്കണ? എന്താ മണിയൊക്കെ നിങ്ങൾ തല്ലൂടി പൊമ്പൽ പോണ്? ഇങ്ങോട്ടും വരിങ്ങളേ. തല്ലൂടിട്ടന്നെ വരുന്നതേ. എന്താ മണിയൊക്കെ പ്രശ്നം? നമ്മുടെ ബാബുല്ലേ, ചെറിയ നമ്മള് ബാബുവിനെ, ഓന് വലിയ പഠിപ്പും പത്രാസൊക്കെ ഉണ്ടെന്നിട്ട് നമ്മളെല്ലാരും വിചാരിച്ചത് എന്നാ അണക്കി കേൾക്കണോ? ഓനിക്കൊരു ഒരു ചുക്കും ഒരു ചുണ്ണാമ്പ് അറിയില്ല കേട്ടോ. ഹലോ, അതെ, 50,000 തയ്യോ? ഇല്ല കേട്ടോ, ഇല്ല, സോറി. എന്താ ഇതാ ഇത്രയുടെ തയ്യ്? ബാക്കി അപ്പുറത്തുണ്ടേ. ഈ അപ്പയും കുറുന്തോട്ടിയൊക്കെ ഇതിലെല്ലാതും ഉണ്ട്. എടാ ചെക്കൻ ഇതിനാ ഞാൻ എന്നെ പറഞ്ഞേച്ച് അതിനൊക്കെ ഒരു വഴിയുണ്ട്. കൊടുക്കാളാണേ. നമുക്ക് ഇത് എല്ലാത്തിനും ഒരു ഇംഗ്ലീഷ് പേരോട് ഇടാം, എന്നിട്ട് സെയിൽ ചെയ്യാം. അപ്പൊ ഈ നേരം വൈകിയ നേരത്ത് ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ? വരും പോലെ വരും. അവിടെ കൊണ്ടേക്കേ. ഞാൻ വരാം. എപ്പോഴേ വരുന്നതാണ്? മണിയാക്കാ ഒന്നോളന്നെ. അല്ല മണിയാക്കാ, നിങ്ങൾ എന്താ എന്നെ പറ്റി റോട്ടിൽ കൂടി പറഞ്ഞു നടന്നിക്കണേ? എനിക്ക് വിവര വിദ്യാഭ്യാസം ഇല്ലാന്നോ? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം മറുപടിയാ പറഞ്ഞത്? പിന്നെ ഞാനിപ്പോ എന്താ ചോദിക്കണ്ടത് ബാബു? ഇന്നലെ നിങ്ങൾ ചോദിച്ചാലേ ഒരു ദിനം കൂടി കൂട്ടിക്കാണെങ്കിലേ എനിക്ക് കുറെ കൂടി കാര്യം മനസ്സിലായിരുന്നു. അവനെ ഊഹിച്ചിട്ടെങ്കിലും മറുപടി പറഞ്ഞു തന്നിരുന്നു. ശരിക്കും ചോദിച്ചാൽ ചോദിക്കേണ്ട എന്താ അറിയോ? പരിസ്ഥിതി ദിനാണ്. അതിനാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതിനാണ് നിങ്ങൾക്ക് മറുപടിയും തരണ്ടേ. പരിസ്ഥിതി എന്നാ പറയണ്ടല്ലേ? നിങ്ങൾക്ക് വിവരമില്ലാത്തതിനെ ഇന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇതിനോട് ക്ഷമിക്കണം ബാബു, എനിക്ക് അറിയാത്തോണ്ടല്ലേ. ഇന്നേ ഞാൻ ഓരോടൊക്കെ തിരുത്തി പറഞ്ഞോണ്ട് നമുക്ക് ഒരു ചായ കുടിച്ചിരിക്കാം. എന്നാ ശരി, നിങ്ങൾ പോരി. പരിസ്ഥിതിത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? അതൊക്കെ ഇപ്പൊ ഒരു ബിസിനസ്സാ.
ചിലവര് അത് വെച്ച് കാശുണ്ടാക്കണു, മറ്റു ചിലവര് എന്തൊക്കെ കാട്ടിക്കൂട്ടി പേരെടുക്കാൻ നോക്കണു. തൈ നട് മാത്രല്ല അത് സംരക്ഷിക്കും വേണം. എന്നാ വായ നമുക്കൊരു തൈ നട്ടിട്ട് അത് സംരക്ഷിക്കാം. ആ ആയിക്കോട്ടെ. എന്നാ ഇവിടെ കുഴിച്ചിട്ടല്ലേ? ആ ആയിക്കോട്ടെ. ഇവിടെ ഈ റോഡ് സൈഡിലാവുമ്പോഴേ അടുത്ത തലമുറക്ക് അതൊരു തണലാവുമല്ലോ. അതെ, പിന്നെ വെള്ളം നനയ്ക്കാനൊക്കെ സുഖാണല്ലോ. ആ രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഒരു തുള്ളി വെള്ളം പാർന്നിട്ട് പോയാൽ മതിയല്ലോ. ഇവിടെ കുഴിക്കല്ലേ? നേരെ വെച്ചു മുനീർക്കാ, നമുക്ക് ഇനി ഇതിനെ ഒരു നെറ്റ് കൊടുന്ന് വെക്കണം. അത് നമുക്ക് ഒന്ന് വാങ്ങിയിട്ട് നെറ്റ് വെക്കാം, അല്ലെങ്കിൽ ആടും പശുവൊക്കെ വന്നിട്ട് അതെ അത് കഴിക്കും. നല്ല മാക്കും തയ്യും കച്ചവടം ഇങ്ങനെ ഉണ്ട്. അടിപൊളിയായിരുന്നു. നമ്മളെ യൂട്യൂബിലേക്ക് നമ്മളെ തൈ കൊടുത്തതേ. ആ ഉണ്ണിക്കുട്ടാ, എന്താ സ്കൂട്ട് വരാ? തയ്യൊക്കെ കിട്ടിയ സ്കൂളിൽ നിന്ന്? ഇത് എന്താണ് തൈ? സർബുക്കിന്റെ തയ്യ, നല്ല ടേസ്റ്റുള്ള വെള്ളം. സർബൂക്കിന്റെ. നമുക്ക് ഇത് എല്ലാത്തിനും ഒരു ഇംഗ്ലീഷ് പേരാണ് ഇടാം. ഇവരുടെ സെല്ലി അല്ല ഈ നേരം വൈകിയ നേരത്ത് ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ? സർബൂക്ക് എവിടുന്നാണ് എനിക്ക് പേര് കിട്ടുന്നത്?